ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഉണ്ടാക്കുന്നതാണല്ലേ ആദ്യം തന്നെ കാണിച്ചത്. അപ്പോൾ സെപ്റ്റംബർ 20th വീഡിയോ ആണ്. ഞാനങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും രാവിലെ എടുത്തു തുടങ്ങിയില്ല, അതുകൊണ്ട് ഈ ഒരു ഭാഗം തന്നെ 2-3 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. സെപ്റ്റംബർ 20 ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആണ്. എനിക്കും രാകേഷനും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനും രാകേഷനും കൂടെ ഓടി നമ്മുടെ ചേർത്തലയിലുള്ള മഞ്ഞൾ സൂപ്പർ മാർക്കറ്റിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഓടിപ്പോയതാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ പൊന്നുകുട്ടിയുടെ പിറന്നാളാണ്. അങ്ങനെ ഞങ്ങൾ മഞ്ഞളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഞാൻ കേക്കൊക്കെ 2-3 ദിവസം മുമ്പ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പൊന്നൂസ് എന്നൊക്കെ പറഞ്ഞ് നട്ടി ബബിളിൻ്റെ കേക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു കേട്ടോ. മാർക്കറ്റിൽ പോയി ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല, അപ്പോൾ തന്നെ സമയം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓടി വീട്ടിൽ വന്ന് എല്ലാം ചിക്കനൊക്കെ ക്ലീൻ ചെയ്തു. ഞാനും രാകേഷനും കൂടെയാണ് കുക്കിങ്ങൊക്കെ. അങ്ങനെ രാകേഷനും കച്ചമ്പറൊക്കെ റെഡിയാക്കി. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ വലിയ ബസുമതി റൈസില്ലേ, അതാണ്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ നിൽക്കുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ. പുള്ളിക്കാരിക്ക് പിറന്നാളെന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ എനിക്കും എൻ്റെ പിറന്നാൾ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ പൊന്നുകുട്ടിക്കും പിറന്നാൾ ഒരുപാട് ഇഷ്ടമാണ്. പിറന്നാൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാരല്ലേ. പിന്നെ പൊന്നുകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ആക്കി കൊടുത്തു. മോർണിംഗിൽ പൊന്നുകുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയും മസാലക്കറിയും വേണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വെക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. രാവിലത്തെ ഇച്ചിരി ലേറ്റായി എഴുന്നേറ്റപ്പോഴും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമുക്ക് എല്ലാ മാസവും വരുന്ന ആ ഒരു കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പീരീഡ്സ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് എല്ലാ മാസവും 2-3 ദിവസം ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് ചുമയും കാര്യങ്ങളും ഒക്കെ. അതാണ് ഞാൻ വീഡിയോ ഇടാൻ തന്നെ ലേറ്റായത്. ചുമ വന്നിട്ടൊന്നും മാറുന്നില്ല. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കാനും ലേറ്റായി. പിന്നെ അന്ന് സാറ്റർഡേ ആയിരുന്നു. ആർക്കും ജോലിക്കും അണ്ണൻ ഓഫ് എടുത്തു, റേഷൻ ഓഫ് എടുത്തു. പിന്നെ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടിനും സ്കൂളിലും പോകണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി കേട്ടോ. അമ്പലത്തിൽ പോകാനായിട്ട് നടന്നില്ല. ഇനിയിപ്പോൾ പൊന്നുകുട്ടിയുടെ നാൾ വരുന്നുണ്ട്, അന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പിന്നെ സലാഡ് റെഡിയാക്കി, പപ്പടം, അച്ചാർ, വേറൊരു അച്ചാറും കൂടി ഇരിപ്പുണ്ട്. പിന്നെ ബിരിയാണിയും സെറ്റാക്കി കേട്ടോ. പൊന്നുകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ബിരിയാണി, പൊന്നുകുട്ടിക്ക് ഞാൻ വെക്കുന്ന ചിക്കൻ ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി അധികം വാങ്ങിച്ച് കൊടുക്കാറില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുത്താലും ഇവർക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കാം. ഞാൻ പലർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഞാൻ ചിക്കൻ ബിരിയാണി സെറ്റാക്കി കൊടുക്കും കേട്ടോ. എൻ്റെ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡിനും പേരമ്മയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് അടിപൊളിയാണെന്നാണ്. പിന്നെ ഇവിടെ രാകേഷനാണെങ്കിലും പൊന്നുകുട്ടിക്കാണെങ്കിലും ഞാൻ വെക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. അത് എന്താണ്, ചിലപ്പോൾ ടേസ്റ്റിൻ്റെ ആയിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ വെക്കുന്ന ചിക്കൻ ബിരിയാണി. ഒരുപാട് ആളുകൾ വെക്കും, എനിക്കറിയാം. പക്ഷെ എന്തോ എനിക്ക് ഞാൻ വെക്കുന്നതും ഒരുപാട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റായിട്ട് വെക്കാനായിട്ട് സാധിച്ചു. ഞാൻ കുറച്ചേ വെച്ചുള്ളായിരുന്നു കേട്ടോ, വെച്ചില്ല കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ വെച്ചുള്ളൂ കേട്ടോ. എന്തോ 1.25 ഗ്ലാസ് എങ്ങാണ്ടേ ഞാൻ വെച്ചുള്ളൂ. കാരണം ഉച്ചക്കത്തേക്ക് മാത്രമേ ഞാൻ വെച്ചുള്ളൂ. രാത്രിയിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും. എനിക്ക് ചുമയുള്ളത് കൊണ്ട് പിടിച്ചാട്ടോ സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ ചുമയുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ദിവസമായിട്ട് ഒരു രക്ഷയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചുമ വരുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചുമ വരുന്നത്. അതുകൊണ്ട് പൊന്നുകുട്ടിയുടെ പിറന്നാളിന് മുമ്പേ തുടങ്ങിയതാണ്, ഇതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പൊന്നുകുട്ടിയുടെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ നട്ടി ബബിൾ കേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവൾ വേറെന്തോ കേക്കാണ് പറഞ്ഞിരുന്നത്. ഞാൻ പക്ഷേ സർപ്രൈസായിട്ട് നട്ടി ബബിൾ കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒരു ചെറിയ സമ്മാനം, എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു ചെറിയ സമ്മാനവും കൊടുത്തു കേട്ടോ. പൊന്നുകുട്ടിക്ക് 10
വയസ്സായി, ഡബിൾ ഡിജിറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു 10 വർഷം മുമ്പ് ഒരു കുഞ്ഞു മാവയെ കയ്യിൽ കിട്ടിയതല്ലേ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു കേട്ടോ. കല്യാണം ഒക്ടോബർ 30 നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ക്യാരിങ് ആയായിരുന്നു. അങ്ങനെ ഭയങ്കര എന്താ പറയുന്ന ഒരു പ്രത്യേക എല്ലാ അമ്മമാരെ പോലെ തന്നെയും എനിക്കും ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള, എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പൊന്നുകുട്ടീനെ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല, ഒരു കളിപ്പാട്ടം കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു. എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം, പിന്നെ എൻ്റെ അമ്മ എനിക്ക് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ഹെൽപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം, പാല് കൊടുക്കാനൊന്നും എനിക്ക് അറിയത്തില്ലാത്തൊരു ടൈമാണ്. അറിയാമല്ലോ, 20 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ കാലഘട്ടത്തിലൊന്നും അറിയില്ല. ഇപ്പോൾ പിന്നെയും കുറേയൊക്കെ അറിയാം, നമ്മുടെ ഇൻസ്റ്റയിലും ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നത് കൊണ്ട് അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് കുറച്ചൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷെ നമ്മൾ ആ ടൈമിലൊന്നും അത്ര വലിയ സോഷ്യൽ മീഡിയ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈമല്ലായിരുന്നു നമ്മുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത്, 10 വർഷം മുമ്പ്. അങ്ങനെ ഞങ്ങളുടെ പൊന്നുകുട്ടിയുടെ പിറന്നാൾ ഞങ്ങൾ മാത്രമായിട്ടാണ് കേട്ടോ ആഘോഷിച്ചത്. ഞാനും രാജേഷനും കണ്ണൻകുട്ടനും കൂടി കേക്കൊക്കെ മുറിച്ച് ഞങ്ങളൊരു ചെറിയ ആഘോഷം കേട്ടോ. ഇനിയുള്ള പിറന്നാളുകളെല്ലാം ഇതുപോലെ ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആരെയും വിളിക്കുന്നും പറയുന്നൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ടുള്ളൊരു കുഞ്ഞാഘോഷം. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അങ്ങനെ എൻ്റെ കണ്ണൻകുട്ടനും കൊടുത്തു കേട്ടോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കണ്ണൻകുട്ടൻ ഭയങ്കര നീയായിട്ട് ഭയങ്കര സ്നേഹമാണല്ലോ എന്ന്. ഉള്ളത് പറയാമല്ലോ, കണ്ണൻകുട്ടൻ അവൻ്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. കാരണം പൊന്നുകുട്ടിയുടെ ടൈമിൽ, പൊന്നുകുട്ടി ജനിച്ച സമയത്ത് പൊന്നുകുട്ടീനെ കൂടുതൽ നോക്കിയത് എൻ്റെ അമ്മ, പിന്നെ ആ ഒരു രീതിയായിരുന്നു. പിന്നെ അണ്ണൻ കൂടുതൽ, പൊന്നുകുട്ടിയുടെ അച്ഛൻ കൂടുതൽ ഇതായിട്ട് നോക്കിയിട്ടുണ്ട്. പൊന്നുകുട്ടി കൂടുതലും വളർന്നത് എൻ്റെ അമ്മയുടെ ആ ഒരു അമ്മയാണ് ഒരു 3-4 വയസ്സ് വരെയും പൊന്നുകുട്ടീനെ വളർത്തിയതും നോക്കിയതും ഒക്കെ. പിന്നെ അമ്മയുടെ മനസ്സിന് ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ കുട്ടിക്കാലം കൂടുതലും, ഒരു മനുഷ്യൻ്റെ ലൈഫിൽ കുട്ടിക്കാലം ആരാണോ കൂടുതൽ നോക്കുന്നത് അവരോട് കൂടുതൽ ഇത് ഉണ്ടാകുന്നല്ലേ പറയുന്നത്. അതായിരിക്കാം പൊന്നുകുട്ടിക്ക് ഇപ്പോഴും അവളുടെ അമ്മി എന്നാണ് അവളാണ് വിളിച്ചു തുടങ്ങുന്നത്. അമ്മി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ് കേട്ടോ. ഇതേ പൊന്നുകുട്ടിക്ക് കൊടുത്തൊരു ഗിഫ്റ്റ്, എല്ലാ കൊല്ലവും ഇതുപോലൊരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക. ആൾ മടിച്ചാണ് കേട്ടോ ഇപ്പോൾ റീഡ് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ റീഡിങ് ക്യാരക്ടർ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് റീഡിങ് ക്യാരക്ടറിനോട് ഇച്ചിരി മടിയാണ്. അത് ആ ബുക്ക് എടുത്തപ്പോഴത്തേക്ക് മോന്ത വളിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ്, ഒരു ബുക്സ്, ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക്, പിന്നെ ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കീ ചെയിന്, പേന, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പെൻസിൽ, എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ജസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ഒരു രസം. ചോക്ലേറ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല ഇപ്പം 2 പേർക്കും, അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. ഒരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ, സ്കൂളിലോട്ട് കൊടുക്കാനായിട്ട് മാത്രം. അപ്പം നമ്മുടെ കണ്ണൻകുട്ടനെ ആ ഒരു ജനിച്ച നാൾ തൊട്ട് ഈ നിമിഷം വരെയും നോക്കുന്നതും കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും അമ്മമാരാണ്. പക്ഷേ എന്തോ എനിക്കറിയത്തില്ല, അവനൊരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ എന്നോട്. എനിക്ക് പൊന്നുകുട്ടിക്ക് ഇല്ലെന്നും അല്ല, എല്ലാ അമ്മമാർക്കും മക്കളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അടുപ്പമുണ്ട്. എങ്കിലും എനിക്കറിയില്ല, കണ്ണൻകുട്ടൻ എന്തോ ഒരു അമ്മ മോനാണ്. അത് ചിലർ പറയും ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അങ്ങനല്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവന് ഞാനും തമ്മിൽ. ഒരേ നാളാണ്, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പം നമ്മുടെ വിഷയം അതല്ലല്ലോ. അതേ നമ്മുടെ പൊന്നുകുട്ടിക്ക് അക്കോബ എന്നെങ്ങാണ്ട് പറയുന്നൊരു ഇതുള്ള തുണിയാണ് കേട്ടോ. ഇതിങ്ങനെ ഡിസൈന് അങ്ങനെ എന്തോ പറഞ്ഞത് അവർ, അക്കോബ. പണ്ട് കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനൊരു ഫ്രോക്ക് എടുക്കണമെന്ന്. അതെൻ്റെ അമ്മയുടെ ചേച്ചി എടുത്തു കൊടുത്തതാണ് കേട്ടോ. അതാണ് ഇത്തവണ ബർത്ത്ഡേക്ക് ഇട്ട് കേക്ക് മുറിച്ചത്. അതിന് ശേഷം ഞങ്ങളിതേ പുറത്തോട്ട് പോവുകയാണ്. കേക്കൊക്കെ മുറിച്ച് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ പൊന്നുകുട്ടിക്ക് വലിയൊരാഗ്രഹം കുഴിമന്തി കഴിക്കണമെന്ന്. ഞങ്ങൾ അങ്ങനെ കുഴിമന്തിയൊന്നും പോയി കഴിക്കാറില്ല പുറത്ത്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ ഇങ്ങനെ കുഴിമന്തിയൊക്കെ പോയി കഴിക്കാറുള്ളൂ കേട്ടോ. കാരണം അത്ര നല്ലതല്ല എന്നറിയാവുന്നത് കൊണ്ട് വല്ല സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോഴേ ഞങ്ങൾ പോകാറുള്ളൂ. ഇത് മെഹർ എന്ന് പറയുന്ന നമ്മുടെ കോടതിക്കവല ഭാഗത്തെന്തോ ആണ് ഈ കട കേട്ടോ. നല്ല സർവീസാണ്, നല്ല ഫുഡാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈയിടയ്ക്ക് ഞങ്ങൾ ഷവർമ്മ പോയി കഴിച്ചായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടെന്നറിയാം, നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സീറ്റുകളെല്ലാം ഫില്ലായി.
അപ്പം ഞങ്ങളൊരു ഹാഫ് അൽഫാം മന്തിയാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. പൊന്നുകുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു, ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു, പിന്നെ ഒരു കുഴിമന്തിയും വാങ്ങിച്ചു കൊടുത്തു. അതോടുകൂടി പിറന്നാൾ ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതേ അമ്മമ്മോൻ അമ്മയുടെ അടുത്ത് തന്നെയാട്ടോ ഇരിക്കുന്നത്. എന്തോ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും, എവിടെ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും അമ്മയുടെ അടുത്തിരുന്നില്ലെങ്കിൽ അവന് പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. അവനവൻ്റെ അമ്മയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവനവൻ്റെ അമ്മ അടുത്ത് വേണം. അങ്ങനെ ആകട്ടെ അല്ലേ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അത്ര തന്നെ. അങ്ങനെ നമ്മുടെ പൊന്നുകുട്ടിയുടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു. അയ്യോ, ഞാൻ എൻ്റെ പൊന്നുകുട്ടിക്ക് വിഷ് ചെയ്തില്ലല്ലേ. അപ്പോൾ അമ്മയുടെ വക പിറന്നാൾ ആശംസകൾ വീഡിയോയിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അല്ലാതെ നേരിട്ട് പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. നല്ല ഒരു ദിവസമായിരുന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് എനിക്കും എൻ്റെ രാകേഷേട്ടനും. എല്ലാ അച്ഛനമ്മമാരെ പോലെ തന്നെയും നമുക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. ബായ്.